ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു വെല്ലം കൊണ്ടാണ് സുഖിയൻ ഉണ്ടാക്കുന്നത്. ഇന്നാൾ പഞ്ചസാരയല്ലേ എടുത്തത്, അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങ, വെല്ലം, ഏലക്കായ കുറച്ച് പൊടിച്ചത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പെല്ലാം ചേർത്ത് വേവിച്ച് വെച്ചതാണ്. ഇത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മൈദയെല്ലാം ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. മൈദ ഇവിടെ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്, കണ്ട എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് ഈ വെല്ലം ഇതെല്ലാം കൂട്ടിയിട്ട് എല്ലാം മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം ഉരുളകളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്കിത് വറുത്ത് കോരി എടുക്കാൻ. വെല്ലവും ചേർത്തിട്ടുള്ള ഈ സാധനം വെല്ലം ഉരുക്കിയിട്ടും ചെയ്യുന്നവരുണ്ട്. ഞാനിതിപ്പോൾ വെല്ലം ചെത്തിയിട്ടിട്ട് റെഡിയാക്കുന്നതാണ്, ഉരുക്കിയിട്ടൊന്നുമല്ല. ഒരിളം ചൂടോടെയാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുന്നത്. ഇളം ചൂടുണ്ട്, നല്ല ചൂടില്ല, ചെറിയ ചൂടുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് എല്ലാം റെഡിയാക്കിയിട്ട് കുഴച്ച് വെല്ലവും പയരും എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കണം. ഇതിന് വേണ്ടി മിക്സ് ചെയ്യുകയാണ് ഗൈസ്. എന്നിട്ടാണ് ഇതിനെ ഉരുട്ടിയിട്ട് ഞാൻ ഈ കൂട്ടിലേക്ക് ആക്കുന്നത്. ഉരുക്കിയിട്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് പയറിട്ട് വരട്ടിയെടുക്കും പോലെ എടുക്കണം, എന്നാൽ മാത്രമേ ശരിയാവും. ഇതിപ്പോൾ ഇതാകുമ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നൊന്നുമില്ലല്ലോ, ഇതിൽ തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കാമല്ലോ നമുക്ക് നല്ല അടിപൊളിയായിട്ട്. ഇല്ല കണ്ട റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. അങ്ങനെയെല്ലാം ഉരുട്ടിയിട്ട് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കട്ടെ. ഓരോരോ ഉരുളകളാക്കി നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. ഓരോരോ ഉരുളകളാക്കി ഞാൻ ഉരുട്ടുന്നുണ്ട് ഗൈസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പയർ ആവുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, അതെല്ലാം എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. മാങ്ങയിലെല്ലാം ശല്യം കൊണ്ട് ഈച്ച വരാൻ തുടങ്ങിയിട്ടില്ല. ഇതുവരെ ഈച്ച വന്നിട്ടില്ല. ഇപ്പോൾ ഓരോ ഈച്ചകൾ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട്. അപ്പം അതിനെ തുടച്ച് കളയണം. ഞാൻ ഫെനോയിൽ പോലത്തെ എന്തെങ്കിലും ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വരില്ല, പോയി കാണില്ല. പിന്നെ എന്നാ ഉണ്ട് ആവട്ടെ, എന്നിട്ടില്ലേ തരാൻ പറ്റും മക്കളെ. അതിലിടക്ക് കരഞ്ഞാൽ എങ്ങനെ തരും? കരയണ്ട കേട്ടാ, ഞാൻ തരാം. ഇത് നിങ്ങൾ തിന്നൂലേ? ഇത് ആയിക്കഴിഞ്ഞിട്ടാകുമ്പോഴേ തിന്നാൻ പറ്റൂ. ഇതെങ്ങനെ തിന്നും? കഴിക്കുക. അപ്പോൾ ഞാനിതെല്ലാം ഉരുട്ടി വെക്കട്ടെ. ഇപ്പോൾ ഗൈസ് ഇതാ ഇത്രയാണ് ഞാൻ ഉരുട്ടിയിട്ട് വെച്ചിട്ടുള്ളത്, കണ്ടല്ലോ. ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് വറുത്തിട്ട് വരണം. അപ്പോൾ നമ്മളെ വെല്ലത്തിനെ കൊണ്ടാക്കുന്ന സുഖിയൻ ഇവിടെ റെഡിയാവും. ഇപ്പോൾ ചീനിച്ചട്ടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, മുങ്ങാൻ മാത്രമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് കായട്ടെ. കാഞ്ഞതിൻ്റെ ശേഷം നമുക്ക് എണ്ണയിലേക്ക് വറുത്ത് പോരാം.
കൂട്ടെല്ലാം ഞാനിവിടെ കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഉരുട്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഇടുകയാണ്. ഞാനിതിനൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഈ കൂട്ടിൽ ചേർത്തിട്ടുണ്ട് ഗൈസ്. ചെറിയൊരു കളർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഇതുണ്ടാവുമല്ലോ, അതിന് വേണ്ടി ചെയ്തതാണ്. കാഞ്ഞോ നോക്കട്ടെ വെളിച്ചെണ്ണ. ഇല്ല, കാഞ്ഞ് വരുന്നേ ഉള്ളൂ ഗൈസ്. നല്ലോണം കാഞ്ഞിട്ടിട്ടാലേ ശരിയാവും. അപ്പോൾ ഗൈസ് ഇതിൽ കാഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. അപ്പോൾ ഞാനിതാ മറച്ചിട്ടിട്ടുണ്ട് ഗൈസ്. ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കാവട്ടെ, എന്നിട്ട് വാങ്ങാം. ആവുന്നതിനടുത്ത് വാങ്ങിയാൽ ശരിയാവില്ലല്ലോ. മേലേക്ക് കുറച്ച് കൂട്ട് നമുക്കൊന്ന് മുക്കി വെച്ചു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അടങ്ങുന്നു. അപ്പം ഇനി ഞാനെല്ലാം ചുട്ട് വെച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ നമ്മളെ സുഗിയനെല്ലാം ചുട്ട്, വെല്ലം കൊണ്ടുണ്ടാക്കിയ സുഗിയൻ ഇതെല്ലാം ചുട്ട് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഇന്നാൾ പഞ്ചസാരേനെ കൊണ്ടാണ് ആക്കിയത്, ഇന്ന് വെല്ലം വെച്ചിട്ടാണ് ആക്കിയത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനി അടുത്ത വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.